ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ വാട്സപ്പ് ചാറ്റിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഇങ്ങനെ ട്രാൻസ്പെറൻ്റ് ആയാൽ എങ്ങനെ ഉണ്ടാകും? എങ്കിൽ നമുക്ക് ഈ മുന്നിൽ നടക്കുന്ന കാര്യങ്ങൾ കണ്ടുകൊണ്ട് തന്നെ നമുക്ക് ചാറ്റ് ചെയ്യാൻ സാധിക്കുമായിരുന്നു, അല്ലേ? സോ നിങ്ങളുടെ ഈ പ്രശ്നത്തിനുള്ള ഒരു സൊല്യൂഷനുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ മോബി ടെക് പോയിന്റ്. നിങ്ങൾ ഈ ചാനലിലെ പുതിയൊരു വ്യൂവർ ആണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ഒന്ന് ചെയ്തേക്കണേ. നമ്മളിൽ തന്നെ നല്ലൊരു ശതമാനം ആൾക്കാരിലുമുള്ള ഒരു ശീലമാണ് ഈ നടന്നുകൊണ്ട് വാട്സപ്പിൽ ചാറ്റ് ചെയ്യുന്നത്. ഇത് കാരണം പലരും ഇതുപോലെയുള്ള അപകടങ്ങളിൽ ചെന്നുപെടാറുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ളവർക്ക് മുന്നിലുള്ള കാര്യങ്ങൾ കണ്ടുകൊണ്ട് തന്നെ വാട്സപ്പിൽ ചാറ്റ് ചെയ്യാനുള്ള ഒരു ഐഡിയയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അതിനുവേണ്ടി ഈ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് ഗെറ്റ് സ്റ്റാർട്ടഡ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഈ ആപ്ലിക്കേഷൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. നിങ്ങൾക്കിവിടെ ഒരു വോക്ക് ആൻഡ് ചാറ്റിന് ഒരു ഓപ്ഷൻ കാണാവുന്നതാണ്, അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഓപ്ഷൻ വരുന്നതാണ്, ഓപ്പൺ വാട്സപ്പ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള. ഞാനിപ്പോൾ 2 വാട്സപ്പ് ഉപയോഗിക്കുന്നുണ്ട്, 2 ഓപ്ഷൻ വരുന്നുണ്ട്. ഒരു വാട്സപ്പ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഒരു ഓപ്ഷനേ വരത്തുള്ളൂ, അത് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. അതിനു മുമ്പ് നിങ്ങൾ ഈ വോക്ക് ആൻഡ് ചാറ്റ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്, അതൊന്ന് ഇനേബിൾ ചെയ്യുക. എന്നിട്ട് നിങ്ങൾ ഈ ഓപ്പൺ വാട്സപ്പ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം എൻ്റെ വാട്സപ്പിൻ്റെ ബാക്ക്ഗ്രൗണ്ടും ട്രാൻസ്പെറൻ്റ് ആയിട്ടുണ്ട്. ഇത് നിങ്ങൾക്കും നിങ്ങളുടെ മൊബൈലിൽ യൂസ് ചെയ്യാവുന്നതാണ്. ഇതുവഴി നിങ്ങൾക്ക് നമ്മൾ നോർമലായിട്ട് എപ്പോഴും നമ്മൾ ചാറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഈ അപകടങ്ങൾ നമുക്ക് സാധിക്കും. ഒരു വഴിക്ക് 2 പക്ഷി എന്ന പോലെ നമുക്ക് ഫ്രണ്ടിൽ നടക്കുന്ന കാര്യങ്ങളും കാണാൻ സാധിക്കും, നമുക്ക് നമ്മുടെ ചാറ്റിങ്ങും ചെയ്യാൻ സാധിക്കും. ഇനി ഇതിൽ തന്നെയുള്ളൊരു അടുത്തൊരു ഓപ്ഷനാണ് വാട്സപ്പ് സ്റ്റാറ്റസ് സേവർ. ഇത് നമ്മൾ ക്ലിക്ക് ചെയ്യാം. ഇതിൻ്റെ ഗുണം എന്ന് പറയുന്നത് നമ്മുടെ വാട്സപ്പിൽ വരുന്ന സ്റ്റാറ്റസൊക്കെ നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്, വീഡിയോസ് ആയാലും ഇമേജസ് ആയാലും. ഇതിൽ നമ്മുടെ വാട്സപ്പിൽ വരുന്ന എല്ലാ സ്റ്റാറ്റസും ഷോ ആകത്തില്ല. ആദ്യം നിങ്ങൾക്ക് നിങ്ങളുടെ വാട്സപ്പ് അക്കൗണ്ടിൽ പോയിട്ട് അവിടെ സ്റ്റാറ്റസ് കണ്ടാൽ മാത്രമേ ആ കണ്ടത് മാത്രമേ ഈ ഇതിലോട്ട് ഷോ ചെയ്യത്തുള്ളൂ. എന്നിട്ട് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാം. പിന്നെയുള്ള ഓപ്ഷനാണ് അൺസേവ്ഡ് നമ്പർ എന്നുള്ളൊരു ഓപ്ഷൻ. ഇത് നമുക്ക് നമ്മുടെ മൊബൈലിൽ നമ്പർ സേവ് ചെയ്യാതെ തന്നെ മറ്റൊരാൾക്ക് വാട്സപ്പ് ചെയ്യാനുള്ളതാണ്. ഒരു ആപ്ലിക്കേഷൻ്റെ സഹായം ഇല്ലാതെ നമുക്ക് ഇതുപോലെ മറ്റുള്ളവർക്ക് മെസ്സേജ് സെൻഡ് ചെയ്യാൻ സാധിക്കും. അതിനെക്കുറിച്ച് ഞാൻ ഒരു വീഡിയോ നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ ഞാനിവിടെ ഐ ബട്ടണിൽ കൊടുത്തേക്കാം. ഇപ്പോൾ നിങ്ങളുടെ മെസ്സേജും മൊബൈൽ നമ്പറും ടൈപ്പ് ചെയ്തിട്ട് സെൻഡ് ഓപ്ഷൻ കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ വരുന്നതാണ്. ഇതിൽ നിങ്ങൾ വാട്സപ്പ് സെലക്ട് ചെയ്യുക. ഞാൻ 2 വാട്സപ്പിൻ്റെ ഉള്ളതുകൊണ്ടാണ് ഇങ്ങനെ കാണിക്കുന്നത്. എന്നിട്ട് നേരെ ഓപ്പൺ ആകുന്നത് നമ്മുടെ മെയിൻ വാട്സപ്പിലോട്ടാണ് ഓപ്പൺ ആകുന്നത്. അവിടെ നിങ്ങൾക്ക് ഇനി വേറെ ഏതെങ്കിലും ടൈപ്പ് ഉണ്ടെങ്കിൽ ടൈപ്പ് ചെയ്യുക, ആയിട്ട് അയക്കുക. ഇങ്ങനെ നിങ്ങൾക്ക് മറ്റുള്ളവരുടെ നമ്പർ സേവ് ചെയ്യാതെ തന്നെ നിങ്ങൾക്ക് വാട്സപ്പ് മെസ്സേജ് അയക്കാൻ സാധിക്കുന്നതാണ്. ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്ത ഇൻഫർമേഷൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ, കമൻറ്റ് ആൻഡ് ഓൾസോ സബ്സ്ക്രൈബ് മൈ യൂട്യൂബ് ചാനൽ മൂവി ടെക് പോയിന്റ്. ബൈ ഗൈസ്.